പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പ്രത്യേക പെരുന്നാളുകളിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും ഒരു പാട്ട് ഇവിടെ ഞാൻ ആലപിക്കുകയാണ്. നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേരള പിറവി ദിനമാണ്. അതോടൊപ്പം പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ ഒരു അവസരമാണ്. രണ്ട്, ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ കാവൽ പിതാവായ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 112-ാം ഓർമ്മ ദിവസം നാം നാടാകെ കൊണ്ടാടുകയാണ്. ഈ അനുഗ്രഹീത നിമിഷത്തിൽ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ഇവിടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നതിൽ ആ അനുഗ്രഹീത ഇതിൽ പങ്കാളിയാകുവാൻ എനിക്ക് സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തിരുശേഷിപ്പ് സ്ഥാപനത്തെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദേവാലയം എന്നുള്ള നിലയിൽ അതിനെ വളരെ സാങ്കത്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ പാടുന്നുണ്ടല്ലോ, പാർത്താനിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. പാടണ്ട, എന്നാലും സമയത്തിന്റെ കുറവുകൊണ്ട് നിങ്ങൾ ഓർമ്മയിൽ നിന്നാൽ മതി. നമ്മുടെ തിരുശേഷിപ്പുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റി പലതരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ ലോക സഭാമണ്ഡലങ്ങളിൽ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ മുന്നമേ സൂചിപ്പിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9 മുതൽ 15 വരെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കരയേറുന്നതായും ഏലിയാവിൽ നിന്ന് വീണ പുതപ്പ് എലീശ എടുത്ത് അത് നദിയിലെ വെള്ളത്തെ അടിച്ചപ്പോൾ 2ആയി ഭാഗിച്ചു എന്നും നാം വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. ഏലിയാവിൻ പുതപ്പ് ഇവിടെ എന്ന് പറഞ്ഞൊക്കെ ഒരു പാട്ടുണ്ട്. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ പാട്ടൊന്നും പാടുന്നില്ല. എന്നാലും ഏലിയാവിന്റെ പുതപ്പിൽ ദൈവീകമായ ശക്തി ഉണ്ടായി. വീണ്ടും നാം 2 രാജാക്കന്മാർ 13-ാം അധ്യായം 20-ൽ എലീശ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേയാണ്ടിൽ മോവാബിയരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണു. എലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, the act of the power, the dunamis, സുനാമി അല്ല, ഡുനാമിസ് എന്ന് പറയും. യേശുവിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ മുഴുവൻ യോഹന്നാൻ ശ്ലീഹ ഉദ്ദേശിക്കുന്നത് ആക്ട് ഓഫ് ദി പവർ, ഡുനാമിസ് എന്ന വാക്കുകൊണ്ടാണ്. അതേ വാക്കുകൾ തന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിന്റെ തിരുശേഷിപ്പുകളാണ് ഓരോ പരിശുദ്ധൻ. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ അച്ഛൻ അവസരം നൽകുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം ചിക്കാഗോയുമായിട്ട് വളരെ ബന്ധമുള്ളയാളാണ്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ പ്രസംഗം സുപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ സമുദ്രത്തിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഓരോ തിരമാലയുടെ പിന്നിലും യേശുവിന്റെ സമുദ്രത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യം ഉള്ളതുപോലെ ഓരോ പരിശുദ്ധന്റെ പിന്നിലും ക്രിസ്തുവിന്റെ സമ്പൂർണമായ സാന്നിധ്യമുണ്ട്, അല്ലേ? ഓരോ തിരമാലയുടെ പിന്നിലും സമുദ്രത്തിന്റെ സമ്പൂർണമായ സാന്നിധ്യമുള്ളതുപോലെ ഓരോ പരിശുദ്ധന്റെ പിന്നിലും യേശുവിന്റെ സമ്പൂർണമായ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പടത്തിന്റെ മുകളിലെല്ലാം ഒരു പ്രഭാവലയമുണ്ട്. അത് എല്ലാ പരിശുദ്ധന്മാരായ ആളുകളുടെ ഉള്ളിലുമുള്ള ഒരു വലിയ പ്രഭാവലയമാണ്. ആ പ്രഭാവലയം തിരുശേഷിപ്പുകളിലുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട്, അല്ലെ? നമ്മൾ എന്നും കുളിക്കുന്നത് എന്തിനാണ്, നനയ്ക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ കുളിച്ചിട്ട് പോകുന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിൽ വലിയ ഒരു ശക്തിയുണ്ട്, വൈറ്റൽ ഇല്ലാത്തൊരു ഫോഴ്സ് ഉണ്ട് ഇവിടെയെല്ലാം.
പക്ഷെ നമ്മൾ പരിശുദ്ധന്മാരല്ലാത്തത് കൊണ്ട് ആ ഫോഴ്സ്, ആ പ്രകാശം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. എന്നാൽ നമ്മുടെ പരിശുദ്ധ പാമ്പാടി തിരുമേനി, പരുമല തിരുമേനി, ഇങ്ങേറ്റം ഈവാനിയസ് തിരുമേനി വരെയും അവരെ സൂക്ഷ്മമായി ദർശിച്ചാൽ ഒരു വലിയ പ്രഭാവലയം നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ആ പ്രഭാവലയത്തിന്റെ വലിയ ഒരു സാന്നിധ്യമാണ് തിരുശേഷിപ്പുകളിൽ നമ്മൾ കാണുന്നത്. അവിടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നത് നമ്മുടെ സഭയുടെ രീതിശാസ്ത്രം അനുസരിച്ച് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഭവമാണെന്ന് ഞാൻ ആമുഖത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ പ്രധാനമായി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് എനിക്ക് സംവദിക്കുവാനുള്ള വലിയ ഒരു പശ്ചാത്തലം എനിക്കില്ല, നിങ്ങൾ ഓർക്കണം. എന്തായാലും ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു കാവ്യ മാധവനാകണമോ അതോ സൽമാൻ ഇപ്പോഴത്തെ പുതിയ ജോൺ എബ്രഹാം ആകണമോ, ഇവിടുത്തെ സിനിമാ നടന്മാരെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആകണമോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്കൊരു പരുമല തിരുമേനി ആകണമോ പാമ്പാടി തിരുമേനി ആകണമോ, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? തീർച്ചയായിട്ടും നിങ്ങൾ കാവ്യ മാധവനോ ജോൺ എബ്രഹാമോ ഒക്കെ ആകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ പരിശുദ്ധി പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, ആരാണ് പരിശുദ്ധൻ? ഒരു ചെറിയ ഡെഫിനിഷൻ ഇതാണ്: ആരാലും കാണപ്പെടാത്ത സ്വകാര്യ ജീവിതത്തിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ലക്ഷോപലക്ഷം നിലപാടുകളാണ് എന്നെയും നിങ്ങളെയും പരിശുദ്ധനാക്കുന്നത്, അല്ലേ? നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ, ഞാനൊരു ഉദാഹരണം ആത്മീയമായിട്ട് പറയാം. നമ്മുടെ അച്ഛന്മാർ, മാതൃണീയരായ അച്ഛന്മാരെല്ലാവരും ഉണ്ടല്ലോ. ഒരു കുർബാന ഏറ്റവും ഭംഗിയായി തീർക്കണമെങ്കിൽ, അതിന്റെ ഒരു കുർബാന ഏറ്റവും അനുഗ്രഹീതമായി തീർക്കണമെങ്കിൽ, തൂയോബോ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടത്തുന്ന ഒരു പട്ടക്കാരന് മാത്രമേ, പ്രത്യേകിച്ച് രാത്രി പ്രാർത്ഥന നടത്തിയിട്ട് തൂയോബോ ശുശ്രൂഷയും വളരെ ഭംഗിയായി നടക്കുന്ന ഒരു പട്ടക്കാരന് മാത്രമേ ഒരു കുർബാന ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാരും കാണുന്നതല്ല. തിരശ്ശീല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല, ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ കാണുന്നില്ല. അതൊരു ഉദാഹരണമാണ് ആത്മീയമായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആരാലും കാണപ്പെടാത്ത സ്വകാര്യ ജീവിതത്തിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ലക്ഷോപലക്ഷം നിലപാടുകളാണ് നമ്മളെ പരിശുദ്ധനോ പരിശുദ്ധയോ ആക്കി മാറ്റുന്നത്. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതത്തെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അനുസരിച്ച് ഓപ്പൺഹൈമർ അറിയാം നിങ്ങൾക്ക് ആരാണ്? അണുബോംബിന്റെ പിതാവാണ് ഓപ്പൺഹൈമർ. അദ്ദേഹം ആദ്യത്തെ അണുബോംബ് പൊട്ടിച്ചതിന് ശേഷം ഒരു സംസ്കൃത ശ്ലോകമാണ് ഉദ്ധരിച്ചത്: ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗവത് ഉദ്ധിത. എന്റെ അച്ഛ ഇംഗ്ലീഷ് കേട്ടുമെടുത്തു, മലയാളം കേട്ടുമെടുത്തു, ഇനിയിപ്പോ സംസ്കൃതവും കൂടെ ഉള്ളൂ, അച്ഛൻ അറിയാവുന്ന അതേ ഉള്ളൂ. ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗവത് ഉദ്ധിത എന്ന് പറഞ്ഞാൽ, ഈ ബോംബ് പൊട്ടിയപ്പോൾ ആകാശത്തിൽ 1000 സൂര്യന്മാരുടെ ഒരുമിച്ചുള്ള ഉദയം സംഭവിക്കുമെങ്കിൽ ആ തേജസ് ഈ മഹാത്മാവിന്റെ തേജസ്സിന് തുല്യമായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. ബോംബിനെ പറ്റി പറഞ്ഞാണ് മഹാത്മാവിന്റെ തേജസ്സിന് തുല്യമായിരിക്കും. പരിശുദ്ധ പരുമല തിരുമേനി കാലം ചെയ്തപ്പോൾ ആ കാലം ചെയ്ത സമയത്തെ പറ്റി ജീവചരിത്രകാരന്മാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അത്യാഹിത സമയം അഥവാ ഈ നിത്യാനന്ദ പ്രവേശക സമയം പരുമല സെമിനാരി സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് അതിവിപുലവും ക്രമോന്നതവുമായ ഒരു മഹൽ പ്രകാശം പ്രോജ്വലിക്കുന്നതായി അനുഭവപ്പെട്ടു പരുമല പ്രദേശത്ത്, അല്ലേ? ഒരു വലിയ സ്ഫോടനമാണ്. ഈ സ്ഫോടനം എന്താണ്? ഒരു സ്നേഹത്തിന്റെ സ്ഫോടനം, അല്ലേ? ബി എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു കിൽ ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്, അല്ലേ? ഇതൊരു സ്ഫോടനമാണ്, മഹാസ്ഫോടനമാണ് പരുമലയിൽ നടന്നത്. ആ സ്ഫോടനത്തിന്റെ അനുരണനങ്ങളാണ് ഇവിടെ വരെയും ഈ 112-ാം വർഷം വരെയും നാം കൊണ്ടാടുന്നത്. അതുകൊണ്ടാണ് KC മാമൻ മാപ്പിള, മനോരമയുടെ പത്രാധിപർ KC മാമൻ മാപ്പിള പറഞ്ഞൊരു അഭിപ്രായം നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാ മെത്രാച്ചന്മാരുടെയും കൈയാണ് നമ്മൾ മുത്തുക, ഇല്ലേ? കൈമുത്ത എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഭയമുള്ള ഒരു കാര്യമാണല്ലോ. എല്ലാ മെത്രാച്ചന്മാരുടെയും കൈയാണ് മുത്തുക. എന്നാൽ നമ്മുടെ പരുമല കൊച്ചു മെത്രാച്ചന്റെ കൈയല്ല, കാൽ കൂടി മുത്തുകയോ കാൽ കഴുകിയ വെള്ളം കുടിക്കുകയോ ചെയ്യാം, അല്ലേ? ഒരു തിരുമേനിയുടെ കൈ മുത്തുക, കാലൂടെ മുത്തുക, കാല് കഴുകി അതിന്റെ വെള്ളം കുടിക്കുക. ആരാണ് പറഞ്ഞത്? മഹാനായ യുഗപ്രഭാവനായ മലയാള മനോരമയുടെ പത്രാധിപർ മാമൻ മാപ്പിള പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം? ഒന്ന്, പരുമല തിരുമേനി ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പരുമല തിരുമേനി പ്രാർത്ഥനയോടെ ജീവിതത്തെ സ്പർശിച്ചു. ഹൈന്ദവ ഗദ്യകാരനായ ശ്രീ M. രാമവർമ്മ തമ്പുരാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ എന്ന പേരിൽ
നമ്മുടെ മലയാളത്തിലുള്ള ജനങ്ങൾക്ക് പാഠപുസ്തകമാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ നമ്മുടെ പിതാക്കന്മാർ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ജനങ്ങളുടെ ഇടയിൽ സത്യം, പരിമളത്തിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ഒരു ഉദ്ധരണി എല്ലാം ടെക്സ്റ്റ് ആക്കിയിട്ടുണ്ട്. എം രാമവർമ്മ തമ്പുരാൻ ഉദ്ധരിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ, അദ്ദേഹത്തിന്റെ ഉദ്ധരണിയാണ് പരിമളത്തിന് വേണ്ടിയുടെ, ജനങ്ങളുടെ ഇടയിൽ സത്യം, സന്മാർഗാചരണം, വിശ്വാസം, ഭക്തി, പരസ്പര ബഹുമാനം ഇവയെ വളർത്തുവാൻ വിദ്യാഭ്യാസത്തിനെ സഹായിക്കുന്നത്രേ പ്രാർത്ഥന. ഇല്ലേ? കുഞ്ഞുങ്ങൾക്കറിയാം. നിങ്ങൾക്ക് മലയാളത്തിൽ അത് അറിയുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമോ നിങ്ങൾക്ക്? പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഒന്ന് മലയാളമൊക്കെ ഒന്ന് പറഞ്ഞേ. 1-ാം തീയതി അല്ലേ? ഒന്ന് പോരട്ടെ. എനിക്കറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ്. അത് പോട്ടെ, സത്യം. പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ, തിരുമേനി പറഞ്ഞ പോലെ ഞാനൊരു കാർഡ് ബുക്ക് ആയിട്ട് വന്നിട്ടില്ല. കാണാതെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമൊന്നും എൻ്റെ കയ്യിലില്ല. സജീവത്തിനോട് ഞാൻ പറയാൻ പറ്റുമെങ്കിൽ ഞാൻ സമ്മാനം എടുത്ത് തരാം. പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ, ഞാൻ നോക്കിയാണ് പറയുന്നത്, നിങ്ങൾ നോക്കാതെ പറയാം, ശൈശവത്തിലെ ഉത്സാഹവും, യൗവനത്തിലെ ആശ്രയവും, വാർദ്ധക്യത്തിലെ ആരും പറഞ്ഞില്ല സമാധാനവും അല്ലെ ആകും. ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ ചെയ്യുന്ന പ്രാർത്ഥന ദൈവം കൈകൊള്ളുകയും ഒരു അനുഗ്രഹ രൂപമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പരിശുദ്ധനായ പരിമളത്തിന് വേണ്ടി ജീവിതത്തിൽ ഞാൻ ചില സംഭവങ്ങൾ നിങ്ങളെ ഓർമ്മിക്കാം. കോട്ടയത്തുള്ളവരൊക്കെ ഇവിടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊരു കോട്ടയംകാരനായതുകൊണ്ട് കുറിച്ചി നിങ്ങൾക്കറിയാം. കുറിച്ചി പള്ളിയിലെ വികാരിയായിരുന്ന പാത്രികീസ് ഓർത്തഡോക്സ് ഒക്കെ എല്ലാം ഒരുമിച്ചിരുന്ന കാലത്ത് കോലത്ത് കളത്തിൽ കുറിയാക്കോസ് കത്തനാരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുവാൻ തിരുമേനി പമ്പാ നദിയിലൂടെ കുറിച്ചിയിലേക്ക് വരികയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുങ്കാറ്റും പേമാരിയും ഉള്ള സമയത്ത് തലയണ വെച്ച് സുഖമായിട്ട് കപ്പലിന്റെ ബോട്ടിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങിയതുപോലെ പരിമള തിരുമേനിയും വളരെ സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോഴാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നത്. പരിശുദ്ധരായ പരിമള തിരുമേനി പരിശുദ്ധ സ്ലീബായി എടുത്ത് ഉയർത്തി. കാറ്റും മഴയും ശമിച്ചു. നിങ്ങൾക്കറിയാം, തിരുമേനി വെട്ടിക്കലിൽ ദേറായി റംബാനായി കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് പരിശുദ്ധനായ പരിമള തിരുമേനിക്ക് പുറകുവശത്ത് ഒരു മുഴയുണ്ടായപ്പോൾ കഷായവും കുഴമ്പും കൊടുത്തു വിട്ടില്ലേ? കുഴമ്പോ കഷായമോ ഒക്കെ കൊടുത്തു വിട്ടു, തിരുമുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ. തിരുമേനി എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഭൃത്യൻ ചെറിയ ചേട്ടാ എന്തിനിത്ര പരിഭവിക്കുന്നു? ദൈവമറിയാതെ ഒരു കാര്യമുണ്ടോ? 1977 വൃശ്ചികം 12-ാം തീയതി, എന്റെ അച്ഛ സൺഡേ സ്കൂളിലാണ് ഞങ്ങൾ ഈ ചരിത്രമൊക്കെ പഠിക്കുന്നത്. ഇവിടെ വന്ന് എന്താ പറയുക, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിന്റെ അദ്ദേഹം വൈദിക സ്ഥാനമേറ്റതിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സമയം കുന്നംകുളത്ത് വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. നമ്മുടെ പരിശുദ്ധനായ പരിമള തിരുമേനിയാണ് അതിന് ചുക്കാനിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി വന്നപ്പോൾ ഭയങ്കരമായ മഴ പെയ്യാൻ വരുകയാണ്. തിരുമേനി നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളൊരു സംഗതി നടത്തുവാനായി ആഗ്രഹിച്ചു, അത് ദൈവ ഇഷ്ടപ്രകാരമുള്ളതാണ്, ദൈവ ഇഷ്ടത്തിന്റെ പ്രകാരമുള്ളത് അത്രേ എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ അത്യുഗ്രമായ മഴ അതിന് വലിയ തടസ്സം തന്നെയാണ്, ഇല്ലേ? ഇതിന് നിവൃത്തി മാർഗം ദൈവം തമ്പുരാൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇത് സാധിച്ചു തരുമെന്നാണ് എന്റെ വിശ്വാസം. ഇത് പറഞ്ഞ ഉടനെ തന്നെ മഴ ശമിക്കുകയാണ് പ്രിയപ്പെട്ടവർ. ഞാൻ എന്റെ അഭിപ്രായമായിട്ട് ഞാൻ നിങ്ങളെ സമർപ്പിക്കട്ടെ. നമ്മളെ കാണുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? ഒരച്ഛനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരുമേനിയെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്, ഇല്ലേ? നിങ്ങളുടെ പുതിയ വികാരി അച്ഛനെ ഞാൻ ഉയർത്തി പറയുക എന്ന് വിചാരിക്കരുത്. അദ്ദേഹം എപ്പോഴും അറിഞ്ഞോ അറിയാതെ പറയുന്ന ഒരു കാര്യം, പള്ളി ഉണ്ടെങ്കിൽ അത് തുറന്നിടണം, വിളക്ക് കത്തിക്കണം എന്നും പ്രാർത്ഥിക്കണം. നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ വലിയൊരു പ്രസംഗകനാണ്, ഒരു പാട്ടുകാരനാണ്, നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു മെത്രാച്ചനാണ്, അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്, അയാൾ കുറിയാക്കോസ്, അയാൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏലിയാമ അല്ലെങ്കിൽ ചാക്കോച്ചൻ, ശോശാമ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലെ പരാജയം ജീവിതത്തിലെ പരാജയമാണ്. ഞാൻ എഴുതി വെച്ചത് അമേരിക്കയെ ഉദ്ദേശിച്ചൊന്നും അല്ല, എങ്കിലും എഴുതി വെച്ചപ്പോൾ അത് അമേരിക്കയിലായിപ്പോയി. കാരണം അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, എഴുതുവാൻ വേണ്ടി 4 ആഴ്ച ശ്രമിച്ചിട്ടും എഴുതാൻ കഴിയാതെ വന്നപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജോർജ് വാഷിംഗ്ടൺ എഴുതി. ഞാൻ എൻ്റെ കസിന്റെ കല്യാണത്തിന് വന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ആ കല്യാണത്തിന് ഞാൻ ഇത് പ്രസംഗിച്ചതാണ്. ഇപ്രകാരമാണ് എഴുതിയത്. ജോർജ് വാഷിംഗ്ടൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജോർജ് വാഷിംഗ്ടൺ എഴുതി. കാരണം 4 ആഴ്ചയായിട്ടും നിങ്ങളുടെ ഈ വലിയ രാജ്യത്തിന്റെ ഭരണഘടന എഴുതുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എഴുതി, ഞാൻ അനേക വർഷങ്ങൾ ജീവിച്ചു. ഞാൻ ജീവിക്കും തോറും എനിക്ക് വ്യക്തമായ ഒരു കാര്യം, മനുഷ്യരുടെ കാര്യങ്ങളിൽ ദൈവം ആധിപത്യം പുലർത്തുന്നു എന്നാണ്.
ദൈവത്തിന്റെ സഹായവും അനുവാദവും ഇല്ലാതെ ഈ രാഷ്ട്രീയ മന്ദിരം പണിയുവാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെ പണിതാൽ അത് ബാബേൽ ഗോപുരത്തിന്റെ പണി പോലെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്, ജോർജ് വാഷിംഗ്ടൺ അഭ്യർത്ഥിക്കണം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, നമ്മുടെ ഈ ഭരണസമിതിയിൽ എന്നും പ്രഭാതത്തിൽ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കണം. അമേരിക്കൻ ഭരണഘടനയിൽ രാവിലെ പ്രാർത്ഥന ഉണ്ടായിരിക്കും അല്ലേ? എനിക്കറിഞ്ഞുകൂടെ, അറിവുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ അത് പറയട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭരണഘടന ഉണ്ടായി, നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇങ്ങനെ പുരോഗമനം നടത്തും. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയിലെ പരാജയം ജീവിതത്തിലെ പരാജയമാണ്. നമ്മുടെ വിഷയം എന്താണ്? ഒരു കാവ്യ മാധവനോ ഒരു ജോൺ എബ്രഹാമോ ആകുന്നത് എങ്ങനെയാണെന്നല്ല, എങ്ങനെ ഒരു പരിമല തിരുമേനിയാകാം, എങ്ങനെ ഒരു പാമ്പാടി തിരുമേനിയാകാം, ഇല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഒരു മദർ തെരേസയാകാം, അതിനുള്ള ചില കുറുക്ക് വഴികൾ. ഇപ്പൊ എല്ലാം ക്ലൂവിന്റെ കാലമാണല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, നാട്ടിലാണ് ക്ലൂ കേട്ടോ, ഏഷ്യാനെറ്റിലൊക്കെ. രണ്ടാമത്, പ്രാർത്ഥന തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പ്രയർ ഈസ് റിയൽ ഓർ റിയാലിറ്റി. പ്രാർത്ഥന തിരുമേനി ഒരു യാഥാർത്ഥ്യമായി കൊണ്ടു നടന്നു, ഇല്ലേ? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കും എന്ന് പറഞ്ഞേ. മലയാളം ഒന്ന് പറഞ്ഞു, ഇന്ന് 1-ാം തീയതി നമ്മൾ മലയാളികളല്ലേ, ഒന്ന് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? യാചിച്ചതൊക്കെയും. നിങ്ങൾക്കൊരു കഥ അറിയാമോ? മഴയ്ക്ക് വേണ്ടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥന പള്ളിയിൽ നടക്കുകയാണ്, അല്ലേ? ഭയങ്കര പ്രാർത്ഥനയാണ് മഴയ്ക്ക് വേണ്ടി. തിങ്കളാഴ്ച തുടങ്ങി ഞായറാഴ്ച ആയപ്പോൾ ഒരു പയ്യൻ കൊടയുമായിട്ട് വരികയാണ്. അച്ഛൻ ചോദിക്കുക, നീ എന്തിനാ കൊടയുമായിട്ട് വന്നു? അച്ഛനല്ലേ പ്രാർത്ഥിച്ചത്, ഇവിടെ ഭയങ്കര പ്രാർത്ഥന നടക്കുകയാണ്, ശനിയാഴ്ച ആകുമ്പോൾ മഴ പെയ്യും, സ്തോത്രം, പിന്നെ നീ കൊടയുമായിട്ട്? അച്ഛാ, ഞാൻ കൊടയുമായിട്ട് വന്നു, മഴ പെയ്യും. സ്വാഭാവികമായിട്ടും പ്രാർത്ഥിച്ചാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ വീണ്ടും നിങ്ങളെ അമേരിക്കയിൽ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, തെറ്റാണെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണെങ്കിൽ. അമേരിക്കയിലെ മെഡിക്കൽ കോളേജുകളിൽ MBBS പഠിക്കുന്ന പിള്ളേർ കാണുമല്ലോ, ഇവിടെ നിങ്ങളുടെ സിലബസിൽ തിയോളജിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ അറിവുള്ളവർ പറയട്ടെ. അതുപോലെ തന്നെ ന്യൂയോർക്കിലെ ഒരു ന്യൂസ് വീക്ക് വാരിക, അങ്ങനെ ഒരു വാരിക ഉണ്ടോ എന്ന് അറിയില്ല, ഞാൻ കേരളത്തിൽ നിന്ന് വായിച്ചിട്ട് പോകുന്നതാണ്, ഇല്ലെങ്കിൽ പറയാൻ കേട്ടോ, വല്ല പപ്പരാസികളോ പത്രങ്ങളോ ആണെങ്കിൽ മാസികകളെ പറയാം. ആ മാസിക പറഞ്ഞിരിക്കുന്നത്, വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾക്ക് പ്രാർത്ഥനയിലൂടെ സൗഖ്യം ലഭിക്കുന്നു എന്നാണ് നിങ്ങളുടെ ഈ രാജ്യത്തെ കാഴ്ചപ്പാടുകൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പറയട്ടെ. നമുക്കതാണല്ലോ സാങ്കത്യമുള്ളത്. തിരുവിതാംകൂർ പേഷ്കാരായിരുന്ന അദ്ദേഹം, ദിവാൻ പേഷ്കാരായിരുന്ന നാഗമയ്യ പുത്തൻകൂറ്റ് മെത്രാന്മാരുടെ പടം എടുത്ത് സ്റ്റേറ്റ് മാനുവൽ ഇടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ കൊട്ടാരത്തിലെ പ്രമുഖ ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായിരുന്ന മിസ്റ്റർ ഡിക്രൂസ്, ഒരു സായിപ്പാണ്, ഡിക്രൂസിനെയാണ് നിയമിച്ചത്. ഡിക്രൂസ് പല പ്രാവശ്യം തിരുമേനിയുടെ അടുത്ത് ചെന്നു. തിരുമേനി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ പടം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ നല്ലതായിട്ട് നിന്ന് കൊടുക്കും. മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉണ്ടല്ലോ, അല്ലെ? ഐപാഡും ഒക്കെ ഉണ്ട്. പടം എടുക്കാൻ വരികയാണെങ്കിൽ അച്ഛന്മാരും നമ്മളും ഒക്കെ ഒന്ന് നല്ലതായിട്ടൊക്കെ നിൽക്കും. തിരുമേനിയുടെ അടുത്ത് പടം എടുക്കാൻ ചെന്നപ്പോൾ തിരുമേനി പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന സമയമാണ്, നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ പല സമയത്തും പറഞ്ഞു വിട്ടു. ഒരു സമയത്ത് ചെന്നപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാൻ വരാം. കൃത്യസമയത്ത് തിരുമേനി പരിമലയുടെ അവിടെ ഇറങ്ങി നിന്നു. ആ സമയത്താണ് സൂര്യപ്രകാശം, ഭയങ്കരമായ സൂര്യപ്രകാശം കാരണം പടം എടുക്കാൻ പറ്റുന്നില്ല. ഡിക്രൂസ് വളരെ വിഷമിച്ചു. കാരണം ദിവാൻ പേഷ്കാർ പറഞ്ഞ കാര്യമാണ്. ഡിക്രൂസ് പറഞ്ഞു, തിരുമേനി പറഞ്ഞു, ഡിക്രൂസ് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണം. തിരുമേനി പരിശുദ്ധ ശ്ലീബ എടുത്ത് സൂര്യന് നേരെ ഉയർത്തിയപ്പോൾ ആ പടമെടുക്കാൻ തക്കതന്നെ കാലാവസ്ഥ അനുയോജ്യമായി തീർന്നു. അതാണ് പരിശുദ്ധനായ ഡിക്രൂസ് എടുത്ത പടമാണെന്ന് തോന്നുന്നു. കൊമരകം ആറ്റമംഗലം പള്ളിയിലൊക്കെ ആചാര്യവിവർമ്മയാണ്. പക്ഷേ ഡിക്രൂസ് എടുത്ത പടങ്ങൾ സ്റ്റേറ്റ് മാനുവലിലുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് പ്രയർ ഈസ് റിയൽ ഓർ റിയാലിറ്റി. മൂന്നാമത്, തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പ്രയർ ഈസ് എ റിസീവിംഗ് പ്രോസസ്. അതായത് ഒരു പരിപൂർണമായ ഒരു സമർപ്പണവും സ്വീകരിക്കലുമായിരുന്നു തിരുമേനിക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിലെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ പരിമല തിരുമേനി എങ്ങനെ വിശുദ്ധനായി എന്ന വഴികളാണ് നമ്മൾ അന്വേഷിച്ചു പോകുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അവസാന നിമിഷം, പണി പൂർത്തിയാകാത്ത പരിമല സെമിനാരി കെട്ടിടം, തിരുവല്ലയിലുള്ള MGM സ്കൂള്, തിരുമേനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇന്നത്തെ പോലെ അമേരിക്കയ്ക്കൊന്നും വരാൻ പറ്റത്തില്ലല്ലോ പ്രൊജക്ടുകളൊന്നുമായിട്ട്. കാരണം അന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളില്ല. എന്ത് ചെയ്യും? പൈസയില്ല, ഇതെല്ലാം പൂർത്തീകരിക്കും.
തിരുമേനി എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പ്രാർത്ഥന, പ്രയർ ഈസ് എ റിസീവിംഗ് പ്രോസസ്, പരിപൂർണമായ സമർപ്പണം എന്ന് പറയാൻ വേണ്ടിയാണ് തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന്. തിരുമേനി രാത്രിയിലെ രോഗമൊക്കെയല്ലേ, വളരെ വേദനയോടെ, തിരുമേനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, വളരെ വേദനയോടെ അദ്ദേഹം വാങ്ങിപ്പോയത്. കാരണം ഈ വയറ്റിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, ഉപവാസമൊക്കെ എടുത്തിട്ട്. അപ്പോൾ തിരുമേനി രാത്രി സ്വപ്നം കാണുകയാണ്, മദ്ബഹായുടെ വടക്ക് ഭാഗത്ത് ഒരു നിക്ഷേപം ഇരിക്കുന്നു. എന്താണ് നിക്ഷേപം? എന്താ നിക്ഷേപം? എന്താ നിധി? പരുമലയുടെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്ന നിധി എന്താണ്? തിരുമേനിയുടെ കബറിടമാണ്, അല്ലേ? ഞാൻ അവിടെ സെമിനാരിയുടെ പ്രാക്ടീസിന് വേണ്ടി അവിടെ പോയി നിന്നതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ആഴ്ച അവിടെ വീഴുന്ന പൈസ എത്രയാണെന്ന് അറിയാമോ? 4 ലക്ഷം രൂപയാണ്. 4-5 ലക്ഷം രൂപയാണ് ഏകദേശം. അന്ന് ഒരു 2006 ഒരു മാസം അവിടെ വീഴുന്ന പൈസ നിങ്ങൾ ആലോചിച്ച് നോക്കേ. പൈസയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, വലിയൊരു നിക്ഷേപം. നമ്മുടെ മലങ്കര സഭയെ നടത്തുന്നത് ആ പൈസയാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് തിരുമേനി വിശ്വസിച്ചു, അതൊരു പരിപൂർണമായ സമർപ്പണമാണ് പ്രിയപ്പെട്ടവരെ. അത് അല്ലേ, നമ്മളൊക്കെ പരിശുദ്ധന്മാരായി തീരാത്ത എന്താണ്? സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടും. അതെ 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 അതെ. നമ്മളെവിടെയാ ഇങ്ങനെ സമർപ്പണം ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിലെ ചിന്ത എന്താണെന്നറിയാമോ? നാട്ടിൽ ഈ ചെരുപ്പ്, പുതിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്ന് അടിച്ചുകൊണ്ട് പോകുന്ന രീതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിദ്വാൻമാർ എന്ത് ചെയ്യുന്നറിയോ? ഒരു ചെരുപ്പെടുത്ത് തെക്ക് വശത്തും ഒരു ചെരുപ്പെടുത്ത് വടക്ക് വശത്തും. മനസ്സിലായോ? എന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സർവവും യേശുനാഥനായി സമർപ്പണം. ചെരുപ്പ് അവിടെ ഇരിക്കുന്നുണ്ടോ? വീട്ടിലെ ആലമാരിയിൽ അവിടെ ഡോളർ ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ കാശ് ഇരിപ്പുണ്ടോ? ഇതല്ലേ നമ്മുടെ ചിന്ത. അങ്ങനത്തെ സമർപ്പണത്തിന് യാതൊരു അർത്ഥവുമില്ല. ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ മിഷണറി പ്രവർത്തനം നടത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവേ, എന്നെ എവിടെ വേണമെങ്കിലും അയച്ചു, പക്ഷെ നീ എന്റെ കൂടെ പോരണം. എത്ര ഭാരം വേണമെങ്കിലും എനിക്ക് തന്നു, പക്ഷെ നീ എന്റെ കൂടെ നടക്കണം. എന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും മുറിച്ചു, എന്നാൽ നീയുമായുള്ള ബന്ധം മുറിക്കരുത്. പ്രിയപ്പെട്ടവരെ, തുറമുഖത്തേക്ക് അടുത്തു വരുന്ന കപ്പലിനെ പറ്റി പറയുന്നുണ്ട്. തുറമുഖത്തേക്ക് അടുത്തു വരുന്ന കപ്പൽ, സമയമായ അച്ഛന്മാരൊന്നും കാണുന്നില്ല. തുറമുഖത്തേക്ക് അടുത്തു വരുന്ന കപ്പൽ, തുറമുഖത്തേക്ക് കപ്പൽ അടുത്ത് വരുമ്പോൾ തുറമുഖത്ത് നിന്ന് ഒരു പൈലറ്റ് ലൈഫ് ഒരു ബോട്ടിൽ കയറി വരും. എന്നിട്ട് കപ്പിത്താന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗിന്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിക്കും. കാരണം തുറമുഖത്തിന്റെ കാര്യങ്ങളെല്ലാം ആ കപ്പിത്താൻ, ആ പൈലറ്റിന് മാത്രമേ അറിയൂ. അങ്ങനെയാണ് കപ്പലുകളുടെ വരവ്. 24 സ്റ്റിയറിംഗിൽ എത്ര സ്റ്റിയറിംഗ് ഉണ്ട്? അല്ല, എത്ര സ്റ്റിയറിംഗിൽ എത്ര പടികളുണ്ട് നമ്മുടെ കപ്പൽ? നിങ്ങൾ നാട്ടിലൊക്കെ കുമരകത്ത് ബോട്ടെ പോകത്തില്ലേ? ബോട്ടെ പോകുമ്പോൾ കപ്പലിന്റെ സ്റ്റിയറിംഗ് പോലത്തെ സ്റ്റിയറിംഗ് ഉണ്ട്, അല്ലേ? 24 എണ്ണമുണ്ട്. അപ്പോൾ കപ്പിത്താൻ വിചാരിക്കോ, ഇയാള്, ഞാൻ വലിയ പഠിത്തമുള്ള ആളാണ്, ഈ പൈലറ്റിന് വലിയ പഠിത്തമൊന്നുമില്ല, അതുകൊണ്ട് 24 സ്റ്റിയറിംഗും വിട്ടുകൊടുക്കേണ്ട, 12 എണ്ണം വിട്ടുകൊടുത്താൽ മതി വിചാരിച്ചാൽ കപ്പൽ അടുക്കുവോ തുറമുഖത്ത്? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിപൂർണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അവിടെ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്, പ്രാർത്ഥന ഒരു സമർപ്പണമായി തിരുമേനി കൊണ്ടുവരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയിലെ ചലനാത്മകതയ്ക്ക് തിരുമേനി വളരെ പ്രാധാന്യം നൽകി. പ്രയർ ഈസ് റെസ്പോൺസ്, അല്ലേ? പ്രയർഫുൾ വിജിലൻസ്, അല്ലേ? എങ്ങനെ പാടുന്നില്ലേ? ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ എന്റെ കർത്താവേ. പ്രയർഫുൾ വിജിലൻസ്, അതാണ് പ്രധാനം, അല്ലേ? മരിക്കുവാൻ തുടങ്ങുന്നവരെ പോലെ തിരുമേനി മുട്ടുമടക്കി. നാശമില്ലാത്തവനെ പോലെ പരിശുദ്ധനായ പരുമല തിരുമേനി എഴുന്നേറ്റ് വന്നു, അല്ലേ? പ്രയർ ഈസ് റെസ്പോൺസ് എന്ന് പറയാൻ കാരണം, തിരുമേനിയുടെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 4 മണിക്ക് എഴുന്നേൽക്കുന്നു. നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കും? അയ്യോ, ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്റെ പൊന്നച്ച ജോലി ചെയ്യാൻ വേണ്ടി വന്നതാ. വെളുപ്പിനെ എഴുന്നേൽക്കുന്ന കാര്യം, പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലം. ഒരു പരിശുദ്ധനാകാനുള്ള ടിപ്സ് ഒക്കെയാണ് ഞാൻ പറയുന്നത്, കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും അതാകാൻ പറ്റത്തില്ല. ആകണമെന്ന് ആഗ്രഹമുള്ളവർ മതി. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമാകും. കാരണം പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതചര്യ 4 മണിക്ക് എഴുന്നേൽക്കും, 5 മണി വരെ പ്രാർത്ഥന, കേട്ടോ. ഈ 5 മുതൽ 7 വരെ പഠിപ്പിക്കൽ, പിന്നീട് രഹസ്യ പ്രാർത്ഥന, 9 മണിക്ക് വീണ്ടും പ്രാർത്ഥന. എന്റെ പൊന്നച്ച പരിശുദ്ധനാകുന്നല്ലേ. 11 മണി വരെ പഠിപ്പിക്കൽ, 12 മണിക്ക് ഉച്ച നമസ്കാരം, 1:30 മുതൽ 4 മണി വരെ ക്ലാസ്, 22:30 തനിച്ചു പ്രാർത്ഥന, 5:30 ശേഷം സന്ധ്യാ നമസ്കാരം, സൂത്താറ, രാത്രിയിലും പ്രാർത്ഥന. പ്രാർത്ഥന തന്നെ ജീവിതമാക്കി മാറ്റുന്നവരെയാണ് പരിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിടത്തിലും പാമ്പാടി തിരുമേനിയുടെ കബറിടത്തിലും നമ്മൾ പോകുന്നത്.
അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, രണ്ടു നേരം നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ മക്കളെ? നിങ്ങൾ രണ്ടു നേരം പ്രാർത്ഥിക്കുമോ? എന്നാൽ സ്വല്പം പരിശുദ്ധനാകാൻ പറ്റും, ഒരല്പം. നാട്ടിലുമൊക്കെ പ്രഭാത പ്രാർത്ഥനകൾ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ രണ്ടു നേരം പ്രാർത്ഥിക്കുക. അപ്പോൾ തിരുമേനിയുടെ മഹത്തായ ചില നിലപാടുകളിലെ ഏറ്റവും കാതലായ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയോടെ ജീവിതത്തെ സമീപിച്ചു. ഇനിയും തിരുമേനി ഒരു നിലപാടോടെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. സമയത്തിന്റെ കാര്യം ഇന്ത്യൻ സമയവും അമേരിക്കൻ സമയവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ തന്ന വാച്ച് കൃത്യമാണെങ്കിൽ സമയമായെന്ന് തോന്നുന്നു. തിരുമേനിയുടെ മഹത്തായ രണ്ടാമത്തെ ഒരു നിലപാട് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് ഒരാൾ പരിശുദ്ധനാകുന്നത്? ഒന്ന്, ഓർത്തഡോക്സ് സഭയുടെ ജീവിതം അനുസരിച്ച് ശക്തമായ പ്രാർത്ഥന നടത്തുക. ഇല്ലേ? ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മൾ ചിലപ്പോൾ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കും, ഇല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ വായിക്കോട്ടെ വിടുന്നതിൽ അമേരിക്കയിൽ ഇച്ചിരി കൂടുതലാണ്. കാരണം ഇവിടുത്തെ നേറ്റീവ്സ് ആളുകൾ നല്ല 8 മണിക്ക് ഉറങ്ങും, 10 മണിക്ക് രാവിലെ കൃത്യസമയത്ത് എഴുന്നേക്കും. പക്ഷെ നമ്മുടെ മലയാളി പലപ്പോഴും വീട്ടിലെ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടൊക്കെ 10-12 മണി ഞാൻ കിടക്കും. എഴുന്നേക്കുമ്പോൾ എത്രയാവും? പിന്നെ ഓടി ജോലിക്ക് പോകും. പിന്നെ വണ്ടിയിലിരുന്ന് വായിക്കോട്ടെ വിടുകയുള്ളൂ, വായിക്കോട്ടെ വിടില്ല. പക്ഷെ അതല്ല പ്രിയപ്പെട്ടവരെ, എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഈ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു വന്നപ്പോഴേ നമ്മൾ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കില്ലേ? നമ്മുടെ ചില അമ്മച്ചിമാരൊക്കെ നാട്ടിലെ കട്ടിലിന്റെ ക്ലാസ്സിൽ കയറിയിരുന്ന് ഞങ്ങൾക്കുള്ള കർത്താവേ നിദ്ര ഒഴിഞ്ഞിട്ട് പിന്നെയും നീ പ്രാർത്ഥിക്കുന്നത്. അതിനകത്തൊരു അർത്ഥമാണ്. ഞാൻ അവരെ കുറ്റം പറയത്തില്ല. ആ പ്രാർത്ഥന കൊണ്ടാണ് ഈ സഭ നിലനിന്ന് പോകുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ ദൈവികമായ ഒരു ശക്തി ഓൾറെഡി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങി പ്രാർത്ഥിച്ചാലും അതിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് ഉറങ്ങരുത്. ഒരു അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു ഇനി ഉറങ്ങി പ്രാർത്ഥിച്ചോളൂ. സജീവത്തിനോട് പറയും ഇതുപോലത്തെ ഐറ്റംസിനെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്. അങ്ങനല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉറങ്ങി പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ട്. ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് തെറ്റിപ്പോയി എന്നാലും ഭയപ്പെടേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ മലയാളത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല പ്രാർത്ഥനകൾ നടത്തായി, ഞങ്ങൾക്കുള്ള കർത്താവേ അങ്ങനെ ഇത്യാദി പ്രാർത്ഥനകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തിരുമേനിയുടെ രണ്ടാമത്തെ നിലപാട് ഇതാണ്. തെറ്റുകളിൽ വീഴാതിരിക്കുന്നതല്ല, വീഴുന്ന ഓരോ സമയത്തും എഴുന്നേൽക്കുന്നതാണ് മഹത്വം എന്ന നിലപാട് തിരുമേനിക്ക് ഉണ്ടായിരുന്നു. കാരണം തിരുമേനിയുടെ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ഹൃദയ ദ്രവീകരണ സമൃദ്ധമായ, അല്ലെ മലയാളത്തിൽ ഒന്നായതിനു കാര്യമായിട്ട് ഇരുന്നോട്ടത്തിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൃദയ ദ്രവീകരണ സമൃദ്ധമായ ഒരു കാര്യം. തിരുമേനി ഒരു അച്ഛനെ ഏതാണ്ട് കാര്യം പറഞ്ഞ് അടിച്ചു, ഇല്ലേ? ഇപ്പോഴത്തെ കാലത്ത് അച്ഛനെ അടിക്കുകയാണെങ്കിൽ വിഷയമായി. ശുശ്രൂഷക്കാരനെ പോലും നമുക്കൊന്നും നോക്കാൻ പറ്റത്തില്ല, അവൻ വ്യത്യാസം വരത്തില്ല. ഇങ്ങനെ നോക്കിയാൽ തന്നെ വിഷയമാവും. തിരുമേനിയെ വിളിച്ചവൻ പറയും തിരുമേനി ഒരു അച്ഛനെ അടിച്ചു. തിരുമേനിക്ക് സന്ധ്യ ആയപ്പോൾ വളരെ പ്രയാസം തോന്നി. തിരുമേനി അച്ഛനെ വിളിപ്പിച്ചു. അച്ഛനെ വിളിപ്പിച്ചിട്ട് തിരുമേനി അച്ഛന്റെ മുന്നിൽ കുമ്പസാരിച്ചു. കൂസോയോ പ്രാർത്ഥന നടത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് 1 രൂപ പ്രായശ്ചിത്തമായിട്ട് കൊടുത്തിട്ട് പിറ്റേ ദിവസത്തെ കുർബാന അച്ഛൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ദൈവമേ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണ മനുഷ്യരാണ്, പല കാര്യത്തിലും വീണുപോകും. പക്ഷേ തിരുമേനി കാണിച്ച മഹത്തായ നിലപാട്, രണ്ടാമത് തിരുമേനി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രത്യേകിച്ച് യാക്കോബായ ഓർത്തഡോക്സ് പ്രതിസന്ധി നിലനിന്ന ഒരു കാലഘട്ടത്തിൽ തിരുമേനി കാണിച്ച ഒരു നിലപാട്, വർഗീയവാദവും മതമൗലികവാദവും കൊടികുത്തി വാഴുന്ന ഇന്ത്യ പോലുള്ള പ്രദേശത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സഭാ വഴക്കുകളുള്ള പ്രദേശത്ത് വലിയ ചിന്തനീയമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, അങ്കമാലി ഇടവയിലെ കുന്നക്കുരുടി പള്ളിയിലെ മനോഹരമായ അത്യാഡംബരത്തോടെ എല്ലാ മെത്രാന്മാരെയും സ്വീകരിച്ച് അവിടെ ഒരു കുരിശിങ്കിലേക്ക് റാസ പോവുകയാണ്. അപ്പോൾ പാത്രിക്കീസ് ഓർത്തഡോക്സ് വഴക്ക് നിലനിൽക്കുന്ന സമയത്ത്, അതിന്റെ ആ കാലഘട്ടത്തിന് മുമ്പ് ഏതോ ക്രൈസ്തവ പീഡനത്തിന്റെ നമ്മുടെ തിരുമേനിമാരോട് ഇഷ്ടമില്ലാത്ത ഒരാള് തിരുമേനിയുടെ കുപ്പായത്തിലേക്ക് ചാണകം എടുത്തെറിഞ്ഞു. പ്രത്യേകിച്ച് നസ്രാണികൾ ആയുധധാരികളാണ്, നമുക്കറിയാം, പഴയ നസ്രാണികൾ. അവർ തിരുമേനിയെ ആക്രമിച്ചവരോട് പകരം വീട്ടുവാൻ വന്നു. അപ്പോൾ തിരുമേനി അക്ഷോഭ്യനായിരുന്നു, അല്ലേ? പ്രത്യേകിച്ച് അങ്കമാലി ഭദ്രാസനത്തിൽ സഭാ വഴക്കുകൾ ശക്തമാണ്. ഈ കാലഘട്ടത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ തിരുമേനി ആക്രമിക്കാൻ വന്ന സഭാ പ്രേമികളാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാമൂഹ്യ വിരുദ്ധർ തിരുമേനി ആക്രമിക്കാൻ വന്നു. നമ്മുടെ നസ്രാണികൾ പറഞ്ഞു നശിപ്പിക്കണം, എല്ലാത്തിനെയും നശിപ്പിക്കണം, അടിച്ച് ഒതുക്കണം. തിരുമേനി ആ കുതിരപ്പുറത്തല്ല കാളവണ്ടിയുടെ പുറത്ത് അക്ഷോഭ്യനായിട്ട് ഇരുന്നിട്ട് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ അക്രമികൾ പശ്ചാത്തപിച്ച് പിന്നീട് ക്ഷമായാചന നടത്തി കാവുങ്കര ചന്ത, അല്ലെ? നിങ്ങൾ മൂവാറ്റുപുഴക്കാരോ കുന്നക്കുരുടിക്കാരോ ഉണ്ടെങ്കിൽ അറിയാം, അവിടെ ഒരു കുരിശടി സ്ഥാപിച്ചവർ അതിന്റെ പ്രായശ്ചിത്തമായിട്ട്. പ്രിയപ്പെട്ടവർ, യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, നാഥ, ഒരുവൻ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഇല്ലേ? ഞങ്ങളോടുകൂടെ എന്താ പറഞ്ഞത്? നിന്നെ അനുഗമിക്കാത്തതിനാൽ അവനെ തീ ഇറക്കി നശിപ്പിക്കരുത്, അല്ലെ ബോംബിട്ട് നശിപ്പിക്കരുത് എന്ന് യേശുവിനോട് ചോദിച്ചു, ഇല്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിൽ സംസാരിക്കുന്നുവെന്ന് അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമായ ക്രിസ്തുവിനെ പരിശുദ്ധനായ പരിമല തിരുമേനി എങ്ങനെയാണ് കാഴ്ചവെച്ചത്, എങ്ങനെയാണ് സമർപ്പിച്ചത്? വഴക്കുണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്, ഇല്ലേ? നമ്മുടെ സഭാ നേതൃത്വവും അച്ഛന്മാരും അന്മേനികളും ഒക്കെയും മനസ്സിലാക്കേണ്ട ഒരു പാഠം ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതാണ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ഇളക്കി വിടാൻ വളരെ എളുപ്പമാണ്, ഇല്ലേ? നേതൃത്വത്തിന് വളരെ കയ്യടി കിട്ടും. എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം, നമ്മുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയാണ് നമ്മുടെ പ്രഖ്യാപിത പരിശുദ്ധൻ ദിവനാശ്വസ് തിരുമേനിയും നമ്മൾ ഓർക്കുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞത് തിരുശേഷിപ്പുകളുടെ പ്രസക്തിയാണ്. ഒരച്ഛൻ ഇങ്ങനെ കൈ കൊടുക്കുന്നതാണോ, ഇങ്ങനെ കൈമുത്തുന്നതാണോ ഇഷ്ടം, ഇങ്ങനെ കൈമുത്തുന്നതാണോ ഇഷ്ടം? ഡോക്ടർ KM ജോർജ് അച്ഛൻ അതിനെപ്പറ്റി വലിയ പഠനം നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സജീവച്ചൻ എനിക്ക് തോന്നുന്നത് ഞാനും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ കൈ കൊടുക്കും. ഇങ്ങനെ നമ്മൾ നെറ്റിയിൽ കൈ വെക്കുമ്പോൾ ഒരു പുരോഹിതന്റെ വിശുദ്ധിയുള്ള ഒരു പുരോഹിതന്റെ വിശുദ്ധി, ഞങ്ങളൊന്നും വിശുദ്ധരല്ല, ബലഹീനമായ മൺപാത്രങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച ഇല്ലേ പാവനറൂഹ വന്നെത്തി അരുൺ ഷമാശന്റെ പട്ടം കൂടെ നിങ്ങൾ കണ്ടതാണല്ലോ, ആവാസം ചെയ്യട്ടിവരിൽ. അപ്പൊ മൺപാത്രങ്ങളിൽ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന് നൽവരം. ഞങ്ങൾ ജിനോ ആയിരിക്കും, സജീവായിരിക്കും, മാത്യൂസ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ പുരോഹിതന്മാരായി മണിയടിച്ചെന്ന് തോന്നുന്നു നിർത്താനായിരിക്കും. പുരോഹിതന്മാരായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വലിയ ഒരു ശക്തി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ആ ഫോഴ്സ്, ആ ഒരു പ്രഭാവതയും, അത് നമുക്ക് മുഴുവൻ നാഡീതന്തുക്കളും ഇവിടെയാണല്ലോ നമ്മൾ കൂടി വരുന്നത്, ചില കാലേന്റെയും ഇവിടുത്തെയൊക്കെ. അപ്പോൾ അത് നെറ്റിയിൽ വെക്കുമ്പോൾ ഒരു വിശുദ്ധമായി തീരുകയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞത് തിരുശേഷിപ്പുകളുടെ പ്രസക്തിയെ പറ്റിയാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ഗൃഹങ്ങളിൽ രാവിലെയും വൈകിട്ടും എല്ലാം നിലവിളക്ക് കത്തിക്കുമ്പോൾ ഈ പ്രഭാപൂരം തന്നെയാണ് ഉണ്ടാകുന്നത്, ഇല്ലേ? നമ്മൾ കുളിച്ച് ഭംഗിയായിട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഈ വലയം ശുദ്ധമാകുകയാണ്. അതുകൊണ്ടാണ് കുളിച്ചിട്ട് പള്ളിയിൽ പോകണമെന്ന് പറയുന്നത്. കുളിക്കാതെ ആരെങ്കിലും പള്ളി വന്നിട്ടുണ്ടോ? അമ്പലത്തിൽ ആരെങ്കിലും കുളിക്കാതെ പോകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഈ ഫോഴ്സ്, ഈ പ്രഭാവലയം പ്രഭാപൂരിതമാക്കണം. അതാണ് ഞാൻ. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന തിരുശേഷിപ്പ് ഒരു കാരണവശാലും, പാമ്പാക്കുടയിൽ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് സമയം പോയി എനിക്കറിയാം. പാമ്പാക്കുട പള്ളിയിൽ ഞാൻ കൊനാട്ടത്തിന്റെ കൂടെ സഹവികാരിയായിരുന്നപ്പോഴേ പരിമലയിൽ നിന്ന് കൊണ്ടുവന്ന തിരുശേഷിപ്പ്, അവിടെ ഒത്തിരി ചാപ്പലുകളുണ്ട് പാമ്പാക്കുടയൊക്കെ, ഒരു വീട്ടിലെ തൽക്കാലത്തേക്ക് എടുത്തു വെച്ചു. അത് തൽക്കാലത്തേന് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. തിരുശേഷിപ്പ് കൊണ്ടുവന്നിട്ട് അടുത്ത വീട്ടിലേക്ക് ചാപ്പൽ അതിന് തൊട്ടടുത്താണ് പള്ളി പണിയുന്നേ ഉള്ളൂ ചാപ്പല്. ആ വീട്ടിലുണ്ടായ പ്രതിസന്ധിയൊക്കെ ഭയങ്കരമാണ് അച്ഛൻ. അതുകൊണ്ട് വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. രണ്ടാമത്, ഇങ്ങനെയൊരു വലിയ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കും, ഒരാൾ എന്നോട് കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങളുടെ പരിമലയിലെ അവിടെ പരിമല തിരുമേനിയുടെ കുപ്പായമൊക്കെ ലേലം വിളിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെയൊക്കെ അഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ട് ചിലരൊക്കെ, അതെന്തെങ്കിലും ആയിക്കോളും. പക്ഷെ നമ്മൾ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് വെച്ചാൽ ആ ദേവാലയത്തിന് അതിന്റെ പരിശുദ്ധി ഉണ്ടാവണം, ഇവിടെ കയറി വരുന്നവർക്ക് അതിന്റെ പരിശുദ്ധി ഉണ്ടാവണം. സഹദേന്മാർ തന്നസ്ഥികളുയരും ധൂപം പരമോന്നത രാജാധീശന്നേറ്റീമോദം, അല്ലേ? അതുകൊണ്ട് അച്ഛനറിയാം, അച്ഛൻ്റെ പാട്ടുകളെല്ലാം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലെ, ഞങ്ങൾക്ക് അഭയം, അല്ലെ? ഇത് പാടുമ്പോൾ ബന്ധിക്കോസുകാരൊക്കെ ഭ്രമിക്കും, അസ്ഥിയാണോ അഭയം? പക്ഷേ ദൈവം, പഴയ നിയമം, യഹോവയാം ദൈവം, ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തിരുശേഷിപ്പിന്റെ സ്ഥാപനം ഏറ്റവും ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു പരിശുദ്ധനാവണ്ടേ, ഇല്ലേ? എല്ലാവർക്കും പരിമല തിരുമേനിയാകാൻ പറ്റുകയില്ല, എല്ലാവർക്കും പാമ്പാടി തിരുമേനിയാകാൻ പറ്റുകയില്ല, എനിക്കാകാൻ പറ്റുമോ, അച്ഛനാകാൻ പറ്റുമോ, ഒന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. മിനിമം 2 നേരം പ്രാർത്ഥിച്ചുകൂടെ മക്കളെ, ഇല്ലേ? അമേരിക്കയാണെന്ന് വെച്ചാൽ ഒത്തിരി സാങ്കേതികതകളുണ്ട്, ഇല്ലേ? ഡോളർ ദൈവമാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് 2 നേരം പ്രാർത്ഥിച്ചുകൂടെ? അതിന് നമുക്ക് പറ്റിയ വികാരിയും കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും പള്ളി തുറക്കുന്നു, ശീപ നമസ്കാരം നടത്തുന്നു. അപ്പോൾ പരിമല തിരുമേനി പരിശുദ്ധനാകാനുള്ള മാർഗം ഇതാണ്. എന്താണ്? ഒന്ന്, പരിമല തിരുമേനി ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയോടെ ജീവിതത്തെ സമീപിക്കുക. പ്രാർത്ഥനയുടെ വിവിധ തലങ്ങൾ ഞാൻ പറഞ്ഞു, പരിമല തിരുമേനിയുടെ ജീവചരിത്രത്തിൽ നിന്ന് പറഞ്ഞു. പ്രാർത്ഥന ഈസ് റിയൽ റിയാലിറ്റി. 2, പ്രയർ ഈസ് റിസീവിംഗ് പ്രോസസ്. 3, പ്രയർ ഈസ് റെസ്പോൺസ്. 4, പ്രയർ ഈസ് റിഫോർമേഷൻ. അത് ഞാൻ പറഞ്ഞില്ല. എങ്കിലും തിരുമേനിയുടെ മഹത്തായ അവസാനത്തെ നിലപാടെന്ന് പറയുന്നത് തെറ്റുകളിൽ വീഴാതിരിക്കുന്നതല്ല, ഇല്ലേ? ഒരു ആശ്രമത്തിലെ സന്യാസിമായി, ഇപ്പൊ നമ്മൾ ഗ്രീക്ക് മൊണാശ്രയിൽ അച്ഛൻ എന്നെ കൊണ്ടുപോയി. ഒരു മൊണാശ്രയിൽ ചെന്നപ്പോഴേ അവിടെയുള്ള ആളുകൾ പറയുന്നു, എന്താ പറയുന്നത്? ഒരു ആശ്രമത്തിൽ ചെന്നപ്പോഴേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സന്യാസിയോട് ചോദിച്ചപ്പോൾ, ഞങ്ങൾ വീഴുന്നു, ഞങ്ങൾ എഴുന്നേൽക്കുന്നു. അതുകൊള്ള ഇവിടെ അവരുടെ മാർബിളും തെന്നിയിട്ടുണ്ട്, ഞങ്ങൾ വീഴുന്നു, ഞങ്ങൾ എഴുന്നേൽക്കുന്നു. അതെന്താ എന്ന് പറഞ്ഞാൽ? എന്താ? തെറ്റുകളിൽ വീഴാതിരിക്കുന്നതല്ല മഹത്വം. ഓരോ തെറ്റുകളിൽ വീഴുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് മഹത്വം. അതാണ് ഞങ്ങൾ വീഴുന്നു,
ഞങ്ങൾ എഴുതി. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് കുമ്പസാരിക്കുക. നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ കുമ്പസാരിക്കുക. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാതെ പള്ളി വന്ന് കുമ്പസാരിക്കുക. അതാണ് പറയുന്നത്. അവസാനമായി ഞാൻ പറഞ്ഞത്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധനായ പരിമലത്തിന്മേൽ കാണിച്ച ദീർഘക്ഷമ ഇന്നത്തെ ആധുനിക സഭാ പ്രതിസന്ധിയിൽ നമുക്ക് ആവശ്യമാണ്, അല്ലേ? നേതൃത്വം ഇപ്പൊ പാത്രികീസ് ഓർത്തഡോക്സ് ഒന്നാകാൻ പോകുന്നൊക്കെ അവിടെ നിന്നൊക്കെ കേൾക്കുന്നു. നമ്മൾ എന്തെല്ലാം കമന്റുകളാണ് ഫേസ്ബുക്കിൽ എഴുതുന്നത്. നമ്മുടെ തിരുമേനിമാരെ പറ്റി ഇന്ന് മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ നമ്മൾ പരിമല പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു തിരുമേനിയുടെ മുഖത്തേക്ക് ചാണകമൊക്കെ ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും പറ്റുക? കോട്ടയത്ത് സമ്മതിക്കുമോ? നമ്മുടെ പള്ളിയുടെ അടുത്തെങ്കിലും വല്ല ചാണകമോ എറിയുകയോ ചെയ്താലോ തട്ടിക്കളയും. പരിമലപ്പള്ളി എടുത്ത് ചെന്നാൽ നമ്മൾ ഒരു പള്ളി സ്ഥാപിക്കാൻ നിന്നപ്പോഴുള്ള പ്രശ്നം അറിയാമല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ കുറച്ചുകൂടി എല്ലാം മിതത്വവും ആത്മീയതയും നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ അനുഗ്രഹീതമായ പെരുന്നാളിൽ ഒരു വഴിപോക്കനായ എനിക്ക് ഇതുപോലെ ഒരു അവസരം, അതായത് ഞാൻ ഒരു ഗസ്റ്റാണ്, എൻ്റെ മലയാള ഭാഷയാണ്. വഴിപോക്കൻ, അതിഥി, ഒരു ദിവസം വന്ന് താമസിച്ച് പോകുന്നവനെയാണ് അതിഥി എന്ന് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ അതിഥി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രം വീട്ടിൽ വന്ന് താമസിച്ചു പോകുന്നത്. അപ്പൊ എൻ്റെ അങ്കിൾ പറയുകയാണ് 1 മാസമായി താമസിക്കാൻ തുടങ്ങിയിട്ട്, അതിഥിയല്ല. അപ്പോൾ വന്നതിലും പ്രിയപ്പെട്ട സജീവച്ചനും ഒരു കുർബാനയുടെ പരിചയം മാത്രമേ എനിക്ക് അദ്ദേഹവുമായിട്ടുള്ളൂ. എൻ്റെ വെട്ടിക്കുന്ന പള്ളിയിലെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ്. ഒരു കുർബാനയുടെ പരിചയം. ഞാൻ തുടക്കത്തിൽ ദാനിയേലച്ചനെയോ എബിയച്ചനെയോ ചെജിയച്ചനെയോ ഒന്നും സംബോധന ചെയ്തില്ല. ഒരു തുടക്കത്തിന്റെ പ്രശ്നം കൊണ്ട് സംബോധന ചെയ്യാൻ ഞാൻ പാട്ട് പഠിക്കുമ്പോൾ മറന്നുപോയി, ക്ഷമിക്കണം. എല്ലാവരോടും, പ്രത്യേകിച്ച് ഇടവയിലെ ശുശ്രൂഷക്കാർ, ഗായക സംഘാംഗങ്ങൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ട്രസ്റ്റി സെക്രട്ടറി, എല്ലാവരോടുമുള്ള ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.